യിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഭജഗോവിന്ദം അതിൻ്റെ അവസാന ഭജഗോവിന്ദം പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു. നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി, നിന്റെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്ന ദേവനെ നീ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തെ ഉപസംഹരിച്ചത്. കൂട്ടത്തിൽ നമ്മൾ ദൈവദശകത്തിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങളെ പരിചയപ്പെടുകയുണ്ടായി. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. തുടർന്ന് 5-ാമത്തെ ശ്ലോകം കൊണ്ട് ഗുരുദേവൻ പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇതിലൂടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വാസ്തവത്തിൽ ഈശ്വരനെയും ഈശ്വരന്മാരെയും, ബഹുവചനമൊക്കെ നമുക്ക് പ്രയോഗിക്കാം, ഈശ്വരനെയും സ്വതന്ത്രമാക്കി എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് ആരാണ് ഈശ്വരൻ? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. അപ്പം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്ന് പറയുന്ന പ്രക്രിയയാണ് സൃഷ്ടി. നീയല്ലോ സൃഷ്ടി, അത് നീയാണ്. സ്രഷ്ടാവായതും അതിൻ്റെ പിറകിലെ കാരണക്കാരനായതുമാരാണ്? അങ്ങ് തന്നെയാണ്. സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടിജാലം, എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ അങ്ങ് തന്നെയാണ്. ഇപ്പം സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. അപ്പം ഏത് സാധനം സൃഷ്ടിക്കുന്നതിനും അതെന്താവശ്യമുണ്ട്? അതിനൊരു വേദാന്തത്തിൽ നിമിത്ത കാരണം, ഉപാദാന കാരണം എന്ന് പറയും. ഒരു കൊശവൻ കലമുണ്ടാക്കുമ്പം അതിനെന്തുണ്ട്? അതിൻ്റെ കൂട്ടത്തിൽ ആ കൊശവന് കലമുണ്ടാക്കാനുള്ള അറിവ് വേണം, പ്രജ്ഞ വേണം. 2, അതുകൊണ്ടാണ് ഘടജ്ഞൻ എന്ന് കൊശവന് പേര് വരുന്നത്, ഘടത്തെക്കുറിച്ചുള്ള ജ്ഞപ്തി ഉള്ളത് കൊണ്ട്. പിന്നെ കൊശവൻ എന്തു വേണമെന്ന് പറഞ്ഞാൽ അതിന് ഈ ഉപാദാന കാരണങ്ങളൊക്കെ വേണം. കൊശവന് മണ്ണ് വേണം, കളിമണ്ണ് വേണം. പിന്നെ അത് മണ്ണ് വെച്ച് ആ പണി ഉണ്ടാക്കുന്ന ചക്രമുണ്ട്, ചക്രം വേണം. പിന്നെ വെള്ളം വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ഈ നിമിത്ത കാരണവും ഉപാദാന കാരണവും, ഇങ്ങനെ 2 കാരണങ്ങൾ സൃഷ്ടിയിൽ, ഏത് സൃഷ്ടിക്കും അതുണ്ട്. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും റോ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഗുരുദേവൻ പറയുന്നത്, ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെയാണ് നമ്മൾ സെമിറ്റിക് മതങ്ങളും അദ്വൈത വേദാന്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും ഇവിടെയാണ്. അതായത് സൃഷ്ടിയിൽ നിന്ന് ഭിന്നമല്ല സൃഷ്ടാവ്, ആണ് അദ്വൈത വേദാന്തം. എന്തൊക്കെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് സൃഷ്ടാവ് തന്നെയാണ്. അപ്പം ഈശ്വരൻ അതാണ് ഈശാവാസ്യം ഇതം സർവം എന്ന മന്ത്രത്തിൽ ഈശ്വരൻ വസ്തുക്കളിലാണോ വസ്തുക്കൾ ഈശ്വരനിലാണോ? വസ്തുക്കളിൽ ഈശ്വരനില്ല, ഈശ്വരനിൽ വസ്തുക്കളും ഇല്ല. ആ ചോദ്യം തന്നെ തെറ്റാ. നമുക്ക് ചോദിക്കാം, വസ്തുക്കളിലാണോ ഈശ്വരൻ നിൽക്കുന്നത് അതോ ഈശ്വരനിലാണോ വസ്തുക്കൾ? വസ്തുക്കളില്ല, മറിച്ച് എന്താണ്? ഈശ്വരനേ ഉള്ളൂ. ഈശ്വരൻ വസ്തുക്കളിലും ഇല്ല, വസ്തുക്കൾ ഈശ്വരനിലും ഇല്ല, മറിച്ച് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളതിന് നമ്മൾ പല പേരുകൾ നൽകിയതാണ്, അത്രയേ ഉള്ളൂ. ഈശ്വരനാണ് നമ്മൾ എന്ത് നൽകിയത്? ഗുരുദേവൻ്റെ ദർശനമാലയിൽ ഈ 10 ദർശനങ്ങളെ അവതരിപ്പിക്കുന്ന അതിമനോഹരമായിട്ട് അതിൽ ഇതൊക്കെ അവതരിപ്പിക്കും. വേദാന്ത ശാസ്ത്രത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ ഉള്ളത് എന്താണോ ഉള്ളത് അതാണ്. അപ്പം നമ്മൾ പേര് നൽകിയിരിക്കുന്നത് അതാണ് മായ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും, വരാൻ പോണുണ്ട്. അപ്പം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും. അപ്പം സൃഷ്ടിയുടെ ഉപാദാന കാരണമായും നിമിത്ത കാരണമായും നിൽക്കുന്നത്. ചാന്തോക്യോപനിഷത്തിൽ ഇതിന് വാചാരംഭണം വികാരം നാമധേയം ഇങ്ങനെ പറയാം. വാചാരംഭണം എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്, ഒരു സൃഷ്ടി. അതാണ് ഈ പറഞ്ഞ
സൃഷ്ടി എന്ന് പറയുന്നതിനുള്ള കാരണം. വികാരം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പരിണാമമാണ് ഏത് കലം എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ പരിണാമമാണ് ആഭരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നാമധേയം, ഒരു പേര്. സൃഷ്ടിയിൽ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. നിമിത്ത കാരണം, ഉപാദാന കാരണം, അതിന് ഉപനിഷത്തിൽ വാചാരംഭണം, വികാരം, നാമധേയം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത്, ഒരു 5 സെൻറ്റ് സ്ഥലത്ത് നമ്മളവിടെ എന്തുണ്ടാക്കുന്നു? കുറേ കല്ല്, മണ്ണ്, ഇഷ്ടിക, കോൺക്രീറ്റ്, കമ്പി ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കുന്നു. നമ്മളത് താമസിക്കാനാണെങ്കിൽ നമ്മൾ വീടെന്ന് പറയും. അതല്ല അവിടെ ഒരു ഷോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഷോപ്പ് ഇന്ന ഷോപ്പ്. പിന്നെ വീടാണെങ്കിൽ നമ്മൾ അതിനൊരു പേരിട്ടു. അതല്ല അവിടെ ഒരു ക്ഷേത്രമാണെങ്കിൽ അത്, പള്ളിയാണെങ്കിൽ അങ്ങനെ. പിന്നീട് നമ്മൾ അതിന് നാമകരണം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗുരുദേവൻ പറയുന്നത്, സൃഷ്ടിയിൽ നീയല്ലാതെ സ്രഷ്ടാവും സൃഷ്ടിജാലങ്ങളും എല്ലാം അങ്ങ് കാണാം. ഇതാണ് ഈശ്വരനെ സ്വതന്ത്രമാക്കുക എന്ന് പറയുന്നത്. കേവലം ഗുഹയ്ക്കകത്തോ അല്ലെങ്കിൽ ഇരുമ്പഴിക്കുള്ളിലിരിക്കുന്ന ഒരു വിഗ്രഹമല്ല ഈശ്വരൻ. മറിച്ച് എന്താണ്? എല്ലാമായിരിക്കുന്നതാണ് അങ്ങ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒരു രസകരമായിട്ടുള്ളൊരു തമാശയുണ്ടല്ലോ. പണ്ട് ശാസ്ത്രകാരന്മാർ ദൈവത്തെ കണ്ടുമുട്ടിയ തമാശ. അവർ ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് ദൈവത്തോട് പറഞ്ഞു, നിങ്ങൾ VRS എടുക്കൂ, ലീവ് എടുക്കൂ, കുറച്ച് അവധിയിൽ പോയിക്കോളൂ, കാരണം സൃഷ്ടി ഞങ്ങൾ തുടങ്ങി എന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഈ AI ക്യാമറ അതും ഇതുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പരിപാടിയും അറിയാം. അപ്പോൾ ഒരുമാതിരിപ്പെട്ട സംഗതികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, നല്ലത്, ഞാനിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരാളെ, എൻ്റെ ജോലി ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. പറ്റിയ ഒരാളെ കിട്ടിയിട്ടാവാം എന്ന് കരുതിയിരിക്കുമ്പോൾ നിങ്ങൾ വന്നതേതായാലും നന്നായി. ശരി, നിങ്ങളുടെ കഴിവൊന്ന് കാണട്ടെ, എന്താ പറഞ്ഞോളൂ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കുറച്ച് മണ്ണെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് കശക്കിയിട്ട് മൂപ്പരൊന്ന് ഊതിയിട്ട് ഒരു പാത്രമാക്കിയിട്ട്, ചെറിയൊരു മൺപാത്രം ആക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇതുകൊണ്ടാണ് നിങ്ങളോട് നിർത്താൻ പറഞ്ഞത് സൃഷ്ടി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു മര്യാദയ്ക്കൊരു ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഇത് എന്താ പറയുക, ലെയ്ത്തിൽ വെച്ച് ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ ആക്കി അതിമനോഹരമാക്കിയിട്ട് നിങ്ങൾക്കൊരു പാത്രം തരാം, ശരി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാദ്യം മണ്ണെടുക്കാൻ പോയപ്പം ദൈവം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, കാരണം അത് ഞാൻ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ആദ്യം മുതലേ തുടങ്ങും. ഇങ്ങനെ ഇവർ എന്തെടുക്കാൻ പോകുമ്പോഴും ദൈവം പറയും, അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ഇവിടെ ഓൾറെഡി ഉള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെക്കുന്നതിനെയാണ് ഇപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതെ, ഓൾറെഡി ഇവിടെ ഉണ്ട് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള ഈ പല വക സാധനങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ കഷ്ണം മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ പരമമായ കാരണമാണ്. ആ കാരണവും കാര്യരൂപത്തിലിരിക്കുന്നതുമൊക്കെ എന്താണ്? അങ്ങ് തന്നെ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അതിൻ്റെ അടുത്ത വരി തന്നെ, നീയല്ലോ മായയും മായാവിയും. എന്താ ഈ മായ? പലതുണ്ട് എന്ന് തോന്നുന്നത്, അതായത് പലതായി ഈ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്, പ്രകടമാകുന്നതാണ് മായ. യാമ സാ മായ. മായാദർശനം ദർശനമാലയിൽ വരുന്നുണ്ട്. ശങ്കര ഭഗവത്പാദരുടെ മായാപഞ്ചകം. മായയെക്കുറിച്ച് വളരെ രസകരമായിട്ട് പറയും. മായയെക്കുറിച്ച് ലളിതമായിട്ട് പറയുമ്പം, അഘടിത ഘടന പടീയസി മായ. ചേരാത്തത് ചേർന്ന് നിൽക്കുന്നതാണ് മായ. എന്താ ചേരാത്തത്? ഈ പറഞ്ഞത് തന്നെയാണ്. നാമവും രൂപവും വാസ്തവത്തിൽ അതുമായിട്ട് ബന്ധമുള്ളതല്ല. ഈ ജനകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയും.
കഥ കഥ വരുന്നതാണ്. ജനകൻ ജ്ഞാനചർച്ചയിൽ വലിയ തൽപരനാണ്. അപ്പോൾ ഒരു താർക്കികനെ ജനകൻ അങ്ങോരെ വിളിക്കും ചർച്ചയ്ക്ക്. അപ്പോൾ ആ ചർച്ച തന്നെ അദ്ദേഹം നിഷേധിക്കും. എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. ഞാൻ നിലനിൽക്കുന്നില്ല എന്ന് പറയും. നിങ്ങൾ വിളിച്ച ഒരാൾ ശരീരം എന്നുള്ള നിലയിൽ, അങ്ങനെ ശരീരത്തോട് കൂടിയ ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ വിളിച്ചപ്പോൾ മൂപ്പർക്ക് എവിടെയും ചർച്ച തുടങ്ങണമല്ലോ. അതുകൊണ്ട് പറയും ഞാൻ അങ്ങനെ ഒരാളില്ല. അപ്പോൾ ജനകനും തൃപ്തിയായി. കാരണം ചർച്ച തുടങ്ങാൻ തന്നെ ഒരു നല്ല സ്കോപ്പായി. എന്തായാലും കുതിരവണ്ടി കൊട്ടാരത്തു നിന്ന് വണ്ടി കൊടുത്തയച്ച് കുതിരയും കുതിരക്കാരനെയൊക്കെ വിട്ട് ഈ ചർച്ചക്കാരനെ താർക്കികനെ ജനകൻ്റെ സദസ്സിലേക്ക് കൊണ്ടു. അപ്പോൾ ജനകൻ പുറത്ത് തന്നെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന്. അദ്ദേഹം ബഹുകേമനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരം വാതിക്കൽ തന്നെ കുതിരവണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അതിൽ നിന്ന് മൂപ്പരെ ഇറങ്ങിയപ്പോൾ തന്നെ ജനകന് ഭയങ്കര ഉത്സാഹമാണ് ഈ ചർച്ച അങ്ങോട്ട് തുടങ്ങാൻ. അപ്പോൾ ഒരു നേരം പോക്ക് പോലെ ജനകൻ തുടങ്ങി. അല്ല, അങ്ങില്ലാന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ആൾ വന്നുവല്ലോ, അതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാരാജൻ നമോവാകം, അങ്ങേക്ക് നമസ്കാരം ആദ്യം. എന്നിട്ട് ഇദ്ദേഹം ഓർഡർ ഇട്ടു. അവർ ചോദിച്ചു, ഈ ചർച്ചക്കാരൻ നമ്മുടെ അന്തിച്ചർച്ച പോലെയല്ല ഇത്, ചാനൽ ചർച്ച പോലെയല്ല ഇത്, കുറച്ചുകൂടെ ഗൗരവമാർന്ന ചർച്ചയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മഹാരാജൻ ഈ കാണുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് കുതിരവണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ കുതിരകളെ അഴിച്ചു മാറ്റൂ. ഇപ്പം അതെന്താണ്? പറഞ്ഞു, വണ്ടിയാണ്. അപ്പോൾ കുതിരയില്ലല്ലോ, വണ്ടിയാണ്. ശരി. അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഓരോന്നും അഴിച്ചു മാറ്റാൻ. നുകങ്ങൾ അഴിച്ചു മാറ്റി, ചക്രങ്ങൾ അഴിച്ചു മാറ്റി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വണ്ടി എവിടെ രാജൻ? ഇതിൽ എവിടെ? നിങ്ങൾ പറഞ്ഞ കുതിരവണ്ടി എവിടെ? അപ്പോൾ കുതിരയെ മാറ്റി. പിന്നെ ഓരോന്ന് മാറ്റിയപ്പോൾ പിന്നെ എന്താണ്? അതിനോരോരോ പേരുകളാണ്. ഇതുപോലെ നമുക്ക് ഞാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ? ഇതൊക്കെയായി ഞാൻ ഉറച്ച് വിശ്വസിച്ച് പോരുന്നത് എന്തോ അതിനെയാണ് ഈ മായ എന്ന് പറയുന്നത്. അത് ശരിക്കും ചേരാത്തതാണ് അഘടിത ഘടന. അപ്പം കുതിരവണ്ടി എന്ന് നമ്മൾ പറയുമ്പോൾ ട്രെയിൻ എന്ന് പറയും. ട്രെയിൻ എവിടെയാ? ട്രെയിന് നമ്മൾ പോയി കയറി വരൂ, ട്രെയിൻ കാണിച്ചു തരാം, അതാ പോണ കണ്ടില്ലേ, അതിലെവിടെയാ ട്രെയിൻ? പറയൂ. എന്താ പറയുക, ലോഹങ്ങൾ ചേർത്ത് വെച്ചതാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്ന സീറ്റുണ്ട്, കുറേ കമ്പിയുണ്ട്, മെറ്റലുണ്ട്, വുഡുണ്ട്. ഇതൊക്കെ കൂടെ സ്ക്രൂ ചെയ്ത് വെച്ച് മൊത്തത്തിലാക്കിയ ഒരു പേരാണ്. അതിന് ഓരോന്നിനെ എടുത്തു മാറ്റുമ്പോഴോ അങ്ങനെ മാറ്റി അവസാനം അതിനെയാണ് ഗുരുദേവൻ ആദ്യം പറഞ്ഞത്, ഒന്നൊന്നായി എണ്ണി. അപ്പം ഈ എണ്ണാതിരിക്കുമ്പോൾ അതുള്ളതായി ഇരിക്കുന്നതിൻ്റെ പേരാണ് മായ. അഘടിത ഘടന പഠീയസി മായ. മറ്റൊരിടത്ത് ആചാര്യസ്വാമികൾ പറയും, സന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാദ്ഭുതാനിർവചനീയ രൂപ. അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഉണ്ടില്ല എന്നോ ഈ രണ്ടും കൂടെ ചേർന്നതോ ആയിട്ടുള്ളതല്ല. അത് അദ്ഭുതമാണ്, അനിർവചനീയമാണ് എന്ന് പറഞ്ഞാൽ നാമരൂപാദികൾ അങ്ങോട്ട് ഇതുമായിട്ട് ലയിച്ച് നിൽക്കുന്നതുകൊണ്ട്. ഇപ്പം നമ്മളൊരു ജുബ്ബ, ടീഷർട്ട്, സ്വെറ്റർ, മുണ്ട്, ബനിയൻ എന്നൊക്കെ പറയും. ഇതിലെവിടെയാണ് ഈ മുണ്ട്, ബനിയൻ, ഷർട്ട്, ജുബ്ബ എന്നൊക്കെ പറയുന്നത്? ഫാബ്രിക്സാണ്.
അതെന്താണ്? കോട്ടനാണ്. ആ കോട്ടൺ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വുഡാണ്. അതിൽ നിന്നാണല്ലോ ഇതൊക്കെ വരുന്നത്. അതെന്താണ്? അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ രൂപം കൊള്ളുന്ന രൂപങ്ങളും അതിനനുസൃതമായ നാമങ്ങളും അതെന്താണ്? അതങ്ങാണ്. അപ്പം നീയല്ലോ മായയും മായാവിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന വിദ്വാനെ ഐന്ദ്രജാലവത്, ഇന്ദ്രജാലക്കാരനെ പോലെ എന്നാണ് പറയുന്നത്. മായാവിയെ പോലെ. മായാവി ഓരോന്ന് ഈ മുതുകാട് ഓരോന്ന് ഉണ്ടാക്കുന്നത് പോലെ മൂപ്പരുണ്ടാക്കിയതാണ്. നീയല്ലോ മായയും മായാവിയും മായാ വിനോദനും. ആരാണ് ഇതിലൊക്കെ വിനോദിക്കുന്നത്? നമ്മളൊക്കെ തന്നെ. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിത്തരുന്ന ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? അതും അങ്ങ് തന്നെയാണ്, യോഗേശ്വരൻ ഭഗവാൻ. ഇത് ബുദ്ധിസ്ഥാനീയനായി നിന്ന് ഇതൊക്കെ അയഥാർത്ഥ്യമാണെന്ന് ബോധിപ്പിക്കുന്ന ഏതൊരു ബുദ്ധിയാണോ അതും അങ്ങ് തന്നെയാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയുമോർക്കിൽ നീ. നീ സത്യം. സത്യമായിട്ടുള്ളത് എന്താണ്? അത് നീയാണ്. ഉള്ളത് ഉണ്മ, ജ്ഞാനം, ആനന്ദം, സച്ചിദാനന്ദം. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഇന്ന്, നാളെ, ഇന്നലെ അങ്ങനെ ഉണ്ടോ? അതുമില്ല. അന്വേഷിച്ചാൽ അതും ഇല്ലാത്തത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഓതും മൊഴിയും ഓർക്കിൽ നീ. ഈ പറയുന്നത് നമുക്ക് നന്നായി ബോധിക്കേണ്ടതുണ്ട്. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയും ഓർക്കിൽ നീ. അടുത്തത് അതിൻ്റെ ആ അനുഭവം പറയുന്ന ഒന്നാണ്, അതിഗംഭീരമായിട്ടുള്ള. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അകവും പുറവും, എൻ്റെ അകം നോക്കിയാലും ബാഹ്യലോകം നോക്കിയാലും, ആന്തരിക ലോകത്തും ബാഹ്യലോകത്തും ഒരുപോലെ തിങ്ങി വിങ്ങുന്നത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. മാഹാത്മ്യമേറിയിട്ടുള്ള അങ്ങയുടെ മഹത്വം തന്നെ, അങ്ങ് തന്നെ. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അതിനെ ഞാൻ പുകഴ്ത്തുന്നു, ബാക്കി എല്ലാറ്റിനെയും ഇകഴ്ത്തും. എന്നിട്ട് അത് എന്നിൽ ജയിക്കട്ടെ. രാവണനെ ഞാൻ കൊല്ലുന്നു, രാമൻ ജയിക്കുന്നു. ആസുരികമായതെല്ലാം ഉന്മൂലനം ചെയ്ത് സദ്ഭാവത്തെ ഉണർത്തുന്നു. എൻ്റെ ദൗത്യമേ അതാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം തദ്ഭജനീയം എന്ന് പറയും. അതിനെയാണ് തദ്ധ്വനം നാമ തദ്ധ്വനം ഇത്യുപാസിതവ്യം. അതിനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ഉപനിഷത്ത് പറയും. പ്രഹ്ലാദൻ പറഞ്ഞ് ശ്രവണം കീർത്തനം, അതിനെ കീർത്തിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. ആ ഭഗവാൻ എന്ന് പറയുന്നത് എങ്ങനെ ജയിക്കുന്നു എന്നുള്ളത് ഗുരുദേവൻ അടുത്ത ശ്ലോകം കൊണ്ട് പറയാം, അടുത്ത വരി കൊണ്ട് പറയാം. ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വോട്ടെണ്ണി ജയിക്കുന്നതല്ല. നമുക്ക് പരിചയമുള്ള ജയം അതാണ്. പിന്നെ വല്ലവരുടെയും മുകളിൽ കേസ് കൊടുത്തിട്ട് ജയിക്കുന്ന അതല്ല.
ഉയർന്നു നിൽക്കട്ടെ. എന്നിൽ ഉയർന്നു നിൽക്കുന്നത് അതായിരിക്കണം. ജയിക്കുക മഹാദേവ, ദേവാദിദേവ, ദേവന്മാർക്ക് ദേവനായിട്ടുള്ളവനെ. ദീനാവന പരായണ ദൈന്യപ്രിയത്വാച്ച എന്ന് നാരദർ പറയും. എവിടെയൊക്കെ ദീനത, അനുകമ്പ ഇത്യാദികൾ ആവശ്യമായിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മളിലൂടെ, നമ്മുടെ കരചരണങ്ങളിലൂടെ ഈശ്വരൻ്റെ കൃപ പുറത്തേക്ക് വരട്ടെ എന്ന് പറയാം. ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക, ദയയുടെ ഒരു സമുദ്രമായി തീരാൻ സാധിക്കട്ടെ. ദയാസിന്ധോ ജയിക്കുക. അവസാനത്തെ ശ്ലോകം. ആഴമേറും നിൻമഹസാം ആഴിയിൽ, ഭഗവാൻ എന്ന സമുദ്രം, ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ആഴണം, അതിലേക്ക് ആഴണം. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? അല്ല, വാഴണം. വാഴണമെങ്കിൽ പുറത്ത് വന്ന് രാജാവിനെ പോലെ വാഴണം എന്ന് പറയും. അങ്ങനെ ആഴണം, വാഴണം, നിത്യം, എപ്പോഴും, അനവരതം വാഴണം. വാഴണം സുഖം, ആത്യന്തികമായ സുഖം ഈശ്വരനാണ്. ഈശ്വരനിൽ ആരംഭിച്ചാൽ സുഖത്തിൽ പര്യവസാനിക്കാം എന്ന് ഗുരുദേവൻ ദൈവദശകത്തിൻ്റെ ആരംഭത്തിൽ ദൈവമേ കാത്തുകൊള്ളുക എന്ന് തുടങ്ങി ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമാപിച്ചു. കുറച്ച് വേഗത്തിലാണെങ്കിലും, കാരണം ദൈവദശകം ഒരുപാട് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം. നമ്മൾ തന്നെ ഇത് എന്താ പറയുക, ആഴ്ചകൾ നീണ്ടു നിന്നിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് ദൈവദശകമായിരിക്കും. അത് ചെമ്പഴന്തി മുതൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒരുമാതിരിപ്പെട്ടടത്തെല്ലാം അത്രയും സുന്ദരമാർന്ന, നമ്മൾ പറയാറുണ്ട്, ഈ ദൈവദശകം നമ്മൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കടുക് താളിച്ചിടുന്നത് പോലെയാണ്. ഏത് കൃതി പറയുമ്പോഴും ദൈവദശകത്തിലെ 2 വരി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു പൂർണ്ണതയാണ്. കാരണം ഈ 10 വരികളിൽ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ രഹസ്യം മുഴുവൻ ഒതുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ വൈകുന്നേരത്തെ ആവട്ടെ, രാത്രിയാവട്ടെ, രാവിലെ ആവട്ടെ, പ്രാർത്ഥനകളിൽ ഈ ദൈവദശകത്തെ നമ്മൾ ഉൾപ്പെടുത്തുക. വളരെ രസമായിട്ടുള്ള കാര്യമാണ്. ദൈവദശകം ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ സാധിക്കണം. എങ്ങനെയാണ് ആ അദൃശ്യമായ കരങ്ങൾ ഈ പ്രപഞ്ചത്തെ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നാളെ ബാക്കി ഭാഗം പുതിയ വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.